This is Chocolate Cookie and this video is for die-hard chocolate fans. Yes, I'm also one of them. So, നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കുക്കി എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറും കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ നോർമൽ ഷുഗറും കൂടെ ഞാൻ ഓൾറെഡി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതിൽ ആഡ് ആക്കിയിട്ട് അതും നന്നായിട്ട് മിക്സ് ആക്കാം. ദെൻ ഇതിലോട്ട് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. എഗ്ഗ് ഇതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ അതിൽ കുഴിച്ച് മിക്സ് ചെയ്യുന്നതിന് പകരം ടേബിൾ സ്പൂൺ വൈസായിട്ട് നമുക്കിത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ദാറ്റ് ഐ എം അപ്ലോഡിങ് മൈ യൂട്യൂബ് ചാനൽ. ഐ ഹോപ്പ് യു ഗൈസ് സപ്പോർട്ട് മൈ ചാനൽ. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിൽ കുറച്ച് മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് അഗെയിൻ നല്ല രീതിക്ക് തന്നെ അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് മൈദപ്പൊടിയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് അതിക്ക് കുറച്ചായിട്ട് ഇട്ടെടുത്തിട്ട് മിക്സ് ആക്കാം. ശ്രദ്ധിക്കാം, മൊത്തത്തിൽ തന്നെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കരുത്. കുറച്ച് പാട്ടായിട്ട് തന്നെ ആഡ് ചെയ്യാം, ദെൻ മിക്സ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കിട്ടും. കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇറ്റ്സ് ബിക്കോസ് സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം തന്നെ ഇത്രയും കാലം തുടങ്ങണം വിചാരിച്ച ഈ ഒരു സംഭവം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഐ തോട്ട് ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാകുന്നെങ്കിൽ പിന്നെ ഞാൻ ഒരു കാലത്തും ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യലുണ്ടാവില്ല. സോ അഗെയിൻ ബാക്ക് ടു ദ വീഡിയോ. ഏതെങ്കിലും ഒരു മിൽക്ക് കോമ്പൗണ്ട് എടുക്കുക, അതിങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചോക്കോ ചിപ്സ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചോക്കോ ചിപ്സ് ഇല്ലാത്ത കാരണം എൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്തിട്ട് മുന്നത്തെ പോലെ തന്നെ അത് ഇതിൽ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു ട്രേയും ബട്ടർ പേപ്പർ എടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കുക്കി ഷേപ്പിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് വെക്കാം. ഒരു 50 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ കുക്കീസ് ബേക്കായി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ക്രിസ്പി മിനി കുക്കീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ലിസൺ ദ സൗണ്ട് ഓഫ് ദിസ് കുക്കീസ്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഏതെങ്കിലും ഒരു മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. മെൽറ്റാക്കിയതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ഞാൻ അതിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾ മിനി കുക്കീസ് വേറൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഫുൾ ഡിപ്പായി കിടക്കുന്ന രീതിക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നൗ ഇറ്റ്സ് ടൈം ടു ഈറ്റ്. ഇതിന് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഐ വാണ്ട് ടു ഈറ്റ് ദിസ് നൗ. ഇത് ഭയങ്കര ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദിസ് കുക്കി, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. See you.